കേരളത്തിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 2 തവണയായിട്ട് LDF ആണ് കേരളത്തിൽ ഭരിക്കുന്നത്. ഇത്തവണ തങ്ങൾക്ക് എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കണം എന്ന വാശിയിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFന്റെ ശ്രമം. UDFിലെ ഘടകകക്ഷികളൊക്കെ തന്നെ ഏതാണ്ട് 10 വർഷത്തോളമായി അധികാരത്തിന് പുറത്തിരിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതെ നിലനിൽക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ്. കോൺഗ്രസ് ആണെങ്കിൽ കേന്ദ്രത്തിൽ അവർ അധികാരത്തിന് പുറത്താക്കപ്പെട്ട് 11 വർഷമായിട്ടുണ്ട്. ഇന്ത്യയിലെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് അധികാരമുള്ളത്. അത് കർണാടകയിലും ഹിമാചൽ പ്രദേശിലും ഒക്കെയാണ്. പക്ഷേ കേരളത്തിൽ അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധി, അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയൊക്കെ കേരളത്തിൽ നിന്നാണ് ലോക്സഭയിലേക്ക് ജയിച്ചു വന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും കേരളം പിടിച്ചെടുക്കുക എന്നുള്ളതൊരു ആവശ്യമാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പൊക്കെ അടിയന്തരാവസ്ഥയുടെ ഒരു കാലഘട്ടം ഒഴിച്ചാൽ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന 77 തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷത്തിരുന്ന ആളുകളെ അധികാരത്തിലെത്തിയ ഒരു പാരമ്പര്യമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് തിരുത്തിക്കുറിച്ചാണ് 2021 കേരളത്തിൽ LDF വീണ്ടും അധികാരത്തിൽ വന്നത്. അപ്പൊ ഇത്തവണയെങ്കിലും അധികാരം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് UDFന്റെ ഒരു അവരുടെ ഒരു ഉറച്ച ഒരു അഭിലാഷം. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഒരു വിഷയം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കോൺഗ്രസിനകത്ത് വന്നിരിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിനെ ഒരു നേതാവിന്റെ കീഴിൽ നേരിടണം എന്നുള്ളതാണ്. കാരണം നേരത്തെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കരുണാകരൻ ഉണ്ടായിരുന്നു, ആന്റണി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇലക്ഷനെ നേരിടണം എന്നൊരു ആവശ്യമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലും സംസ്ഥാന തലത്തിലൊക്കെ വന്നിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് കോൺഗ്രസുമായിട്ട് ഇപ്പോൾ അല്പമൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും മുൻ കേന്ദ്ര മന്ത്രിയുമായ ശശി തരൂർ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേരിൽ, അല്ലെങ്കിൽ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവരോധിച്ച ശേഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതായിരിക്കും കൂടുതൽ തങ്ങൾക്ക് ഗുണം ചെയ്യുക എന്ന അഭിപ്രായ പ്രകടനമാണ് ശശി തരൂർ നടത്തിയത്. ഈ സമയത്താണ് ആരെ മുഖ്യമന്ത്രിയാക്കും എന്നൊരു ചോദ്യം കോൺഗ്രസിനകത്ത് ഉയരുന്നത്. കാരണം കേരളത്തിലെ കോൺഗ്രസിനകത്ത് നേരത്തെ തന്നെ 2 ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കോൺഗ്രസിലെ കരുണാകരന്റെ ഗ്രൂപ്പും ആന്റണിയുടെ ഗ്രൂപ്പും. പിന്നീട് അത് AI ആയിട്ട് മാറി എന്ന് മാത്രം. അതിന് ഉമ്മൻചാണ്ടിയായി, പിന്നെ ആന്റണി ഗ്രൂപ്പിന്റെ നേതൃത്വം ഉമ്മൻചാണ്ടിക്കായി. മറുഭാഗത്ത് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പം കോൺഗ്രസിനകത്തെ ശാക്തിക ചേരികളൊക്കെ വലിയ കാര്യമായ മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കുന്നത് VD സതീശനാണ്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം താൻ എന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് VD സതീശൻ. അതേസമയത്ത് തൊട്ടു മുമ്പ് വരെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വ രംഗത്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള രമേശ് ചെന്നിത്തല, ഒരുപക്ഷെ VD സതീശന്റെയൊക്കെ ഗുരുവായിട്ടുള്ള, KC വേണുഗോപാലിനൊക്കെ ഗുരുവായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെയൊക്കെ മുൻഗാമിയായിട്ടുള്ള രമേശ് ചെന്നിത്തല, രമേശ് ചെന്നിത്തല ഇപ്പം അല്പമൊക്കെ സൈഡ് ആക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ പോലും താൻ ഒരു കണ്ടന്ററാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ളതാണ് ഇപ്പൊ ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് KC വേണുഗോപാൽ. ഇന്ന് കോൺഗ്രസിലെ ഏറ്റവും കരുത്തനായ നേതാക്കന്മാരിൽ ഒരാളാണ് KC വേണുഗോപാൽ. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളാണ്. ഒരു കാലത്ത് സോണിയാഗാന്ധിയുടെ കൂടെ എങ്ങനെയാണോ അഹമ്മദ് പട്ടേലിനെ പോലെയുള്ള നേതാവ് ഉണ്ടായിരുന്നത്, അതേപോലെയാണ് സോണിയ കുടുംബവുമായിട്ടും കോൺഗ്രസ് നേതൃത്വമൊക്കെ ആയിട്ട് KC വേണുഗോപാലിനുള്ളൊരു ബന്ധം. അദ്ദേഹം കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള MP കൂടിയാണ്. അപ്പം നേരത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റുപോയിരുന്നു. പിന്നീട് അദ്ദേഹം രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരണകാലത്ത് രാജ്യസഭയിലേക്ക് കയറുകയായിരുന്നു. പിന്നീട് അദ്ദേഹം കേരളത്തിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്ന് വീണ്ടും ലോക്സഭ MP ആയി. പക്ഷേ അദ്ദേഹത്തിന്റെ രാജ്യസഭാ സീറ്റ് അദ്ദേഹം രാജിവെച്ചതോടുകൂടി BJP, കാരണം രാജസ്ഥാനിലെ ഭരണമാറ്റം വന്നതിനെ തുടർന്ന് BJP ആ സീറ്റ് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പം KC വേണുഗോപാലിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആവാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പരാമർശം, അല്ലെങ്കിൽ KC വേണുഗോപാൽ ഞാൻ കേരളത്തിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട്, പക്ഷെ അത് ഏതെങ്കിലും പോസ്റ്റ് കണ്ടിട്ടല്ല എന്ന് അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിപ്പറയാണ്. ഞാൻ ഏതെങ്കിലും ഒരു പോസ്റ്റ് കണ്ടിട്ടല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഒരു പോസ്റ്റ് കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവന നടത്തിയ സമയത്ത്
പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഈ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പം ഇന്ന് എന്താണ് റെഡ് അലർട്ട് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് വഴുതി പോവുകയാണ് ചെയ്തത്. കാരണം KC വേണുഗോപാലിന്റെ നിലപാടിനോട് തനിക്ക് ഒട്ടും യോജിപ്പില്ല എന്ന് വ്യംഗ്യമായ ഭാഷയിൽ വ്യക്തമാക്കുകയാണ് VD സതീശൻ ചെയ്തത്. അപ്പൊ ഇതോടുകൂടി ഇനി മറ്റൊരു വിഭാഗം പറയുന്നത് ഏറ്റവും സ്വീകാര്യനായ നേതാവ് ശശി തരൂരാണ്. അദ്ദേഹത്തെ ഒരു മുഖമാക്കിയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നൊരു അഭിപ്രായവും പലരും പറയുന്നുണ്ട്. പക്ഷേ ശശി തരൂർ ഇപ്പൊ BJP ആയിട്ട് വളരെ രമ്യതയിലാണ്. അദ്ദേഹം മോഡിയൊക്കെ പുകഴ്ത്തുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ എന്തു തന്നെയായാലും കേരളത്തിലെ ഒരു ആരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇലക്ഷനെ നേരിടണം അല്ലെങ്കിൽ UDF ഇലക്ഷനെ നേരിടണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കാര്യമായ ഒരു ആശയക്കുഴപ്പമുണ്ട്. കാരണം രണ്ടുപേരാണ് പ്രധാനമായിട്ടും മത്സര രംഗത്തുള്ളത്. ഒന്ന് KC വേണുഗോപാലും, രണ്ടാമത്തത് VD സതീശനും. അപ്പം VD സതീശനോട് എതിർപ്പുള്ള പലരും ഒരുപക്ഷെ KC വേണുഗോപാലിനെ പിന്തുണച്ചേക്കാം. പക്ഷെ KC വേണുഗോപാലിനുള്ള അനുകൂലമായ ഒരു ഘടകം കേന്ദ്ര നേതൃത്വം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ കൂടെയാണെന്നുള്ളത്. അദ്ദേഹം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നല്ലൊരു വിഭാഗം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയൊരു പ്രതീക്ഷ, അവർക്ക് ഭരണം കിട്ടും, അത് അവർക്കൊരു മുഖ്യമന്ത്രി വേണം, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണം എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ആ പ്രതീക്ഷ പരസ്പര മത്സരം കൊണ്ട് അത് ഇല്ലാതാകുമോ എന്നൊരു ഭയാശങ്കയും കോൺഗ്രസിനകത്തുണ്ട്. കഴിഞ്ഞ ദിവസം വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശബരിമല ദേവസ്വത്തിൽ നടന്ന ആ സ്വർണ്ണക്കൊള്ളയൊക്കെ കോൺഗ്രസിന് ഒരുപക്ഷെ അനുകൂലമായ ഘടകമായിട്ട് മാറുമായിരുന്നു, അല്ലെങ്കിൽ LDFിനെതിരായ ഘടകമായിട്ട് മാറുമായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ ഈ അടുത്ത ദിവസം നടന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ വിവാദത്തോടുകൂടി വീണ്ടും ആ പഴയ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പോൾ വീണ്ടും അത് കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ അനുയായികൾ അല്ലെങ്കിൽ BJP ആരോപിക്കുന്നത് പോലെയുള്ള വലിയൊരു വിഭാഗം, ആ വലിയൊരു വിഭാഗം VD സതീശനെതിരായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രചരണം നടത്തുകയാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഒരു വലിയൊരു PR വർക്ക് നടക്കുന്നുണ്ട്. അതിനകത്ത് അന്തർദേശീയ തലത്തിലുള്ള ഗൂഢാലോചന വരെ ഉണ്ട്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള, മാഫിയകളായിട്ട് ബന്ധമുള്ള, ഗൾഫിലുമൊക്കെയുള്ള ആളുകളൊക്കെയുള്ള അവർന്നൊക്കെ പണം വരുന്ന വലിയൊരു സംഘമുണ്ട് എന്നാണ് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ആരോപിച്ചത്. അദ്ദേഹം പറയുന്നത് അതേപോലത്തെ ശക്തികൾ ആരാണോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി PR വർക്ക് നടത്തുന്നത്, അതേ ശക്തികൾ തന്നെയാണ് ഇപ്പം VD സതീശനെതിരായ ക്യാമ്പയിൻ നടത്തുന്നത് എന്ന ആരോപണം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിഭാഗം, ആ ഡിജിറ്റൽ വിഭാഗത്തിന്റെ ചുമതല ബലറാമിൽ നിന്ന് മാറ്റിയിട്ട് ഹൈബി ഈഡന് നൽകിയിരിക്കുകയാണ്. ആ ഡിജിറ്റൽ വിഭാഗത്തിന്റെ പേര് തന്നെ മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ സോഷ്യൽ മീഡിയ വിഭാഗം എന്നാക്കി മാറ്റിയിരിക്കുന്നു എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും എന്തെങ്കിലുമൊക്കെ അധികാരത്തിലേക്ക് വരാൻ തങ്ങൾക്ക് കഴിയും എന്ന തോന്നൽ ഉളവായതോടുകൂടി കോൺഗ്രസിലെ അടി കലശലാകുകയാണ്. ഇനി ഈ അടി രൂക്ഷമാവണമെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്തെങ്കിലും എഡ്ജ് ഉണ്ടാവുകയാണെങ്കിൽ ഈ അടി രൂക്ഷമാവും. ഇനി അതല്ല LDFിനാണ് വലിയ വിജയമെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിലെ അടി രൂക്ഷമാവാനുള്ള സാധ്യത കുറവാണ്. കാരണം എങ്ങനെയെങ്കിലും തങ്ങൾക്ക് ഭരണാധികാരത്തിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് നഷ്ടപ്പെടും. അങ്ങനെയാവുന്ന സമയത്ത് പരമാവധി സീറ്റുകൾ നേടാം. ഓരോ നേതാക്കന്മാരും തങ്ങളുടെ താവളം രക്ഷിക്കാനാണ് ശ്രമിക്കുക. അതേ സമയത്ത് കോൺഗ്രസിനാണ് ഒരു മേധാവിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നതെങ്കിൽ കോൺഗ്രസിലെ അടി, വലിയ അടി, കർണാടകത്തിൽ സിദ്ധരാമയ്യയും അതേപോലെ തന്നെ DK ശിവകുമാറും ഒക്കെ നടത്തുന്നതിനെ പോലെ തന്നെ, അല്ലെങ്കിൽ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും രാജസ്ഥാനിൽ നടത്തിയതുപോലെ, അല്ലെങ്കിൽ ദിഗ്വിജയ് സിംഗും കമൽനാഥും ഒക്കെ മധ്യപ്രദേശിൽ നടത്തിയതുപോലെ വലിയൊരു അടിയായിരിക്കും KC വേണുഗോപാലും VD സതീശനും തമ്മിൽ നടത്താൻ പോകുന്നത് എന്ന് നമ്മൾ കാണാനിരിക്കുന്നത്.